നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കാൻ മന്ത്രിസഭാ അനുമതി. വായ്പയായി ലഭിക്കുന്ന പണം തിരിച്ചടയ്ക്കണം എന്നാണ് കേന്ദ്രത്തിന്റെ വ്യവസ്ഥ. നേരത്തെ വ്യവസ്ഥയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ പ്രതിഷേധം അറിയിച്ചിരുന്നു. 818.8 കോടി രൂപയാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നാം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടെ എതിർപ്പുണ്ടായിരുന്നല്ലോ സംസ്ഥാന സർക്കാരിന്. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? ഉന്മേഷ്, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് അഥവാ VGF സ്വീകരിക്കാനുള്ള തീരുമാനമെടുത്തത്. 818.80 കോടി രൂപയുടെ VGF വായ്പയായി അനുവദിക്കാൻ മാത്രമേ കഴിയൂ എന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചത്. ഇതിനെതിരെ സംസ്ഥാനം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ചു തന്നെ പ്രതിഷേധം അറിയിച്ചു. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കത്തും അയച്ചിരുന്നു. ഒരു തരത്തിലും VGF ഗ്രാൻഡായി നൽകേണ്ട VGF വായ്പയായി അനുവദിക്കുന്നതിനോട് യോജിക്കുന്നില്ല, പ്രതിഷേധം അറിയിക്കുന്നു എന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ ഇപ്പോൾ VGF തുറമുഖ പദ്ധതിയുടെ സംരംഭകരായ അദാനി പോർട്ട് ലിമിറ്റഡിന് നൽകേണ്ട സമയമായിരിക്കുന്നു. സർക്കാരിന് ആ സമയത്ത് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേന്ദ്രം നിഷ്കർഷിച്ച വായ്പാ മാതൃകയിൽ തന്നെ VGF സ്വീകരിക്കാൻ തീരുമാനിച്ചതെന്നാണ് അല്പം മുമ്പ് തുറമുഖ മന്ത്രി VN വാസവൻ നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും VGF വാങ്ങും, എന്നാൽ ഗ്രാൻഡായി തന്നെ അനുവദിക്കണം എന്ന നിലപാടിൽ മാറ്റമില്ല. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച തുടരുമെന്നാണ് തുറമുഖ മന്ത്രി VN വാസവൻ അല്പം മുമ്പ് പറഞ്ഞത്. ശരി, ആർ ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മന്ത്രി VN വാസവൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. VGF സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രാൻഡായി ഇത് നൽകണമെന്നാണ് നിലപാട്. പക്ഷേ പണം ആവശ്യമുള്ള സമയമായതുകൊണ്ട് ഇപ്പോൾ ഇത് വായ്പയെ സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. നമ്മൾ 817.80 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് VGF തരേണ്ടത്. അത് സംബന്ധിച്ച് നേരത്തെ ചില തർക്കങ്ങളുണ്ടായിരുന്നത് ലോണായിട്ട് മാത്രമേ അനുവദിക്കൂ എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ അത് ഗ്രാൻഡായി വേണമെന്നുള്ളിടത്ത് പൊതുവിലതാണ് നൽകി വന്നിരുന്നത്. അത് തുടർന്നാണ് നമ്മൾ അഭിപ്രായപ്പെട്ടത്. ഏതായിരുന്നാലും ഇപ്പോൾ VGF അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് നമ്മളത് ഇപ്പോൾ നിലവിൽ VGF വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി ഇപ്പോൾ വാങ്ങേണ്ടി വരും. ഭാവിയിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ആശയവിനിമയം നടത്തി ഈ കാര്യത്തിൽ ഗ്രാൻഡായി മാറ്റിയെടുക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടുവരും. കൊടകര കുഴൽപ്പണക്കേസിൽ BJP നേതാക്കൾക്ക് പങ്കുണ്ടെന്ന തിരൂർ സതീശന്റെ 24-നോടുള്ള വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് പോലീസ്. BJPയെ പരാമർശിക്കാതെയുള്ള ED കുറ്റപത്രത്തിന് പിന്നാലെയാണ് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. പണവുമായി ബന്ധമില്ലെങ്കിൽ BJP നേതാക്കൾ എന്തിനാണ് കൊടകരയിൽ എത്തിയത് എന്നാണ് തിരൂർ സതീശന്റെ ചോദ്യം. കൊടകര കുഴൽപ്പണക്കേസിൽ BJPക്ക് പങ്കില്ലെന്ന EDയുടെ കുറ്റപത്രം രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുന്നു. പോലീസ് കണ്ടെത്തലുകൾ അപ്പാടെ തള്ളുന്ന ED റിപ്പോർട്ടിനെതിരെ BJP തൃശൂർ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് രംഗത്തെത്തി. ഈ സംഭവം നടന്നപ്പോൾ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ, മേഖലയുടെ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാണ് ഈ കൊടകരയിൽ ഈ റോബറി നടന്ന സ്ഥലത്തേക്ക് എത്തിയത്? ധർമ്മരാജൻ ഇവരെ ബന്ധപ്പെട്ടു, അവിടെ പോയി. പാർട്ടിക്ക് ഈ പണമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. തിരൂർ സതീഷ് 24-നോട് നടത്തിയ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവന്നു. ആരോപണങ്ങൾ അതീവ ഗൗരവകരമെന്നാണ് പോലീസ് കണ്ടെത്തൽ. വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണെങ്കിലും പോലീസിന് അന്വേഷണത്തിന് നിയമ തടസ്സമുള്ളതിനാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാൻ തിരൂർ സതീഷിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. തുടരന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്ത് പരിഗണിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം. അതിനിടയിൽ EDയെ വിമർശിച്ച പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. ED അതിന്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ. ED രാഷ്ട്രീയമായി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്ത് ക്ലീനായിട്ട് കേരളത്തിലെ BJP നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ്. കൊടകര കുഴൽപ്പണക്കേസ് CPIM-ഉം BJPയും തമ്മിൽ ഒത്തുതീർപ്പാക്കിയെന്ന് K മുരളീധരൻ കുറ്റപ്പെടുത്തി. തിരൂർ സതീഷ് നൽകിയ സ്വകാര്യ അന്യായത്തിൽ അനുകൂല വിധിയുണ്ടായാൽ കൊടകര കുഴൽപ്പണക്കേസിലെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് വഴിയൊരുങ്ങുമെന്നതാണ് വിലയിരുത്തൽ. 24 തൃശൂർ. ശരീരനിറത്തിന്റെ പേരിൽ കഴിഞ്ഞ 50 വർഷമായി അധിക്ഷേപം നേരിടുന്നുണ്ടെന്ന സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ തുറന്നുപറച്ചിൽ. കഴിഞ്ഞ 7 മാസമായി ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ V വേണുവുമായി താരതമ്യപ്പെടുത്തിയാണ് അധിക്ഷേപമെന്നും ഫേസ്ബുക്കിൽ എഴുതിയ വൈകാരിക കുറിപ്പിൽ ശാരദാ മുരളീധരൻ പറയുന്നു. തുറന്നുപറച്ചിലിന് പിന്നാലെ ചീഫ് സെക്രട്ടറിക്ക് പുരോഗമന കേരളത്തിന്റെ പിന്തുണ ഏറുകയാണ്. ഫേസ്ബുക്കിലൂടെയാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ വൈകാരിക പ്രതികരണം. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തന്റെ പ്രവർത്തനം കറുത്തുനിന്ന ആരോപണം നേരിട്ടുവെന്ന് ശാരദാ മുരളീധരൻ പറയുന്നു. ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ
ഡോക്ടർ വി വേണുവിന്റെ പ്രവർത്തനം വെളുത്തതാണെന്നും ഇതേയാൾ തന്നെ പറഞ്ഞു. സ്ത്രീയായതുകൊണ്ടാണ് ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത്. 50 വർഷമായി അധിക്ഷേപം കേൾക്കുന്നുവെന്നും ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. കറുപ്പ് മോശമെന്ന ചിന്ത തന്റെ മക്കളാണ് മാറ്റിയതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ചീഫ് സെക്രട്ടറി പറയുന്നുണ്ട്. കുറിപ്പ് ഹൃദയസ്പർശിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളം തമ്മിൽ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതികമായ ചിന്തയാണ്. അപ്പോൾ കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ, വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഈ പോസ്റ്റ്. കറുപ്പിനോടുള്ള വിവേചനം ഇപ്പോഴും തുടരുന്നെന്ന് കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. വെളുത്തവന്റെ ആധിപത്യം നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു വെളുപ്പാണ് ശരിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മളെല്ലാം വെളുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി 4 വയസ്സുള്ളപ്പോൾ കറുത്ത് പോയതുകൊണ്ട് അമ്മയുടെ വയറ്റിൽ പോയി വെളുത്ത് വരണമെന്ന് ആഗ്രഹിച്ചു. അത് ആ ചിന്തയാണ്, അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു ചിന്തയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. നിറത്തിന്റെ പേര് പറഞ്ഞ് ആരും ആരെയും അധിക്ഷേപിക്കാൻ പാടില്ലെന്ന് കെ മുരളീധരനും എല്ലാ നിറവും ഭംഗിയുള്ളതാണെന്ന് ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട അലഹബാദ് ഹൈക്കോടതിയുടെ വിചിത്ര പരാമർശങ്ങൾ അടങ്ങിയ ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീം കോടതി. പരാമർശങ്ങൾ കടുത്ത അതൃപ്തിയാണ് കോടതി രേഖപ്പെടുത്തിയത്. സ്ത്രീകളുടെ മാറിടം സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും ബലാത്സംഗ ശ്രമത്തിനുള്ള തെളിവായി കണക്കാക്കാനാകില്ലെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായത്. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ നിരീക്ഷണങ്ങൾ മനുഷ്യത്വരഹിതമായ സമീപനമെന്ന് വിമർശിച്ചാണ് വിവാദ ഉത്തരവിലെ പരാമർശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ജഡ്ജിയുടെ ഭാഗത്തുണ്ടായത് തികഞ്ഞ അശ്രദ്ധയെന്നും ജഡ്ജിക്കെതിരെ ഇത്രയും പുരുഷമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ടെന്നും ജസ്റ്റിസ് BR ഗവായ് ഉത്തരവിൽ പറഞ്ഞു. വാദം കേട്ടു 4 മാസങ്ങൾക്ക് ശേഷമാണ് വിധി പ്രസ്താവിച്ചത്. ഒരു നിമിഷത്തിൽ തോന്നിയ വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഹൈക്കോടതിയുടെ വിവാദ വിധിയെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ സുപ്രീം കോടതി ഉത്തരവ് കൈമാറാനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ച കേസിൽ കേന്ദ്ര സർക്കാരിനും UP സർക്കാരിനും കേസിലെ കക്ഷികൾക്കും നോട്ടീസ് നൽകി. അഭിഭാഷക ശോഭ ഗുപ്ത നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വമേധയാ കേസെടുത്തത്. കേസിൽ കേന്ദ്രവും അലഹബാദ് ഹൈക്കോടതി വിധിയെ വിമർശിച്ചു. 24 ഡൽഹി. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നടത്തുന്ന SKN40 കേരള യാത്ര 10ാം ദിനത്തിൽ. കോട്ടയം ജില്ലയിലെ പര്യടനം വൻ ജനപങ്കാളിത്തത്തോടെ തുടരുകയാണ്. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്ന് 10ാം ദിന പര്യടനത്തിന് ആവേശപൂർവമായ തുടക്കം. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കൃഷ്ണ. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വിദ്യാർത്ഥികളും സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അച്ഛനമ്മമാരും കേരള യാത്രയുടെ ഭാഗമായി. അപ്പൊ എല്ലാ ആശംസകളും SKN40. അമ്മമാരെ, അമ്മമാരുടെ കാര്യം ഓക്കെ, ഇങ്ങനെയൊക്കെ സ്നേഹമാണ് വരുന്നത്. கடவுள் கொன்று உணவாய் தின்று மிருகம் மட்டும் வளர்கிறதே. நந்தகுமாரா நந்தகுமாரா, நாளை மிருகம் கொள்வாயா? மிருகம் தின்ற எச்சம் கொண்டு மீண்டும் கடவுள் செய்வாய். ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തി പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ MLA-യുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് മാച്ച്. നമ്മൾ വിചാരിക്കുന്നത് പുതുപ്പള്ളി പോയി ചാണ്ടി ഉമ്മനെ മടയിൽ പോയിട്ട് ഒന്ന് വെല്ലുവിളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നമുക്ക് നല്ലൊരു ടീമുണ്ട്. കൃഷ്ണ, ചാണ്ടി ഉമ്മൻ MLA പുതുപ്പള്ളി ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കേണ്ടി വരും. ഞങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടേ? മാത്രമല്ല ചാണ്ടി ഉമ്മൻ ഡേറ്റ് കുറിച്ചോട്ടെ. ലോകനാർക്കാവൽ അമ്മയാണ് ഇന്നേക്ക്. കളരി പരമ്പര ദൈവങ്ങളാണ്. 31-ാം തീയതി ചാണ്ടി ഉമ്മനുമായിട്ട് നമ്മളോട് അംഗം കുറിക്കുന്നു. ഒന്ന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലും കേരള യാത്ര പര്യടനം നടത്തി. ഇപ്പോൾ ഒരാളെ മയക്കുമരുന്നുമായിട്ട് ഒരാളെ പിടിച്ചാൽ വിതരണക്കാരനാണ് വലിയ പ്രശ്നം. അദ്ദേഹത്തെ ഒരു മാസം
ഒന്ന് റീഹാബിലിറ്റ് ചെയ്യാനും ഡി എക്സോട്ടിക്കേറ്റ് ചെയ്യാനും ഒരു മാസത്തെ ഒരു പാക്കേജ് ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ പിന്നെ ഒരിക്കലും ഒരു മാസം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരാളെ പിന്നെ ഒരിക്കലും വിതരണം ചെയ്യരുത്. ഇതുപോലുള്ള രാസലഹരികൾ അല്ലാത്തുള്ള ലഹരി പാനീയങ്ങളും എല്ലാം ഉപയോഗിക്കുന്നത് നാടിന് ആപത്ത് തന്നെയാണ്. ഒരു തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. SKN40 ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് സന്തോഷകരമാണ്. അതുകൊണ്ട് ഇതിന് എല്ലാവിധമായ ആശംസകളും അഭിവാദ്യങ്ങളും. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിലും പാലായിലും പര്യടനം പൂർത്തിയാക്കുന്നതോടെ കേരളയാത്ര ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കും. 24 കോട്ടയം. കേരളയാത്രയുടെ പൂർണ്ണ രൂപം പ്രേക്ഷകർക്ക് കാണാം. 24ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഇത് ലഭ്യമാണ്. ലഹരിക്കെതിരായ സർക്കാരിന്റെ കർമ്മ പദ്ധതിക്കെതിരെ വിമർശനവുമായി KCBC മദ്യവിരുദ്ധ സമിതി. വൈകിപ്പോയെന്നും ഇപ്പോഴായിരുന്നില്ല പദ്ധതി തുടങ്ങേണ്ടത് എന്നുമാണ് വിമർശനം. കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വിളിച്ച ചർച്ചയിൽ ക്ഷണിച്ചില്ലെന്നും KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രതികരണം. ലഹരിക്കെതിരെ വിവിധ പദ്ധതിയുമായി മുൻപോട്ടു പോകുമ്പോഴാണ് സർക്കാരിനെതിരെ വിമർശനവുമായി KCBC രംഗത്തെത്തിയത്. പദ്ധതി വൈകിപ്പോയെന്നാണ് KCBCയുടെ വിമർശനം. അപകടം നടന്നതിനു ശേഷമല്ല അപകടം എങ്ങനെ ഒഴിവാക്കാമെന്ന് ശ്രദ്ധിക്കേണ്ടതെന്നും KCBC. ഈ മാസം 30-ന് സർക്കാർ വിളിച്ച യോഗത്തിൽ ക്ഷണിച്ചിട്ടില്ലെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള 24നോട് പറഞ്ഞു. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നിലപാടിപ്പം ഉണ്ടായിട്ടുണ്ട്. അത് എത്രമാത്രം മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 10-26 വർഷക്കാലമായിട്ട് ഏറ്റവും ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന KCBC പോലുള്ള പ്രസ്ഥാനങ്ങളെ അവര് 30-ാം തീയതിയിലെ ചർച്ചയിലൊന്നും വിട്ടിട്ടൊന്നുമില്ലേ. അതൊരു പോരായ്മയായി ഞങ്ങൾ കാണുന്നു. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ലഹരിയെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും എല്ലാവരും ഒന്നിച്ചുനിന്ന് പോരാടണമെന്നുമാണ് മദ്യവിരുദ്ധ സമിതിയുടെ അഭിപ്രായം. 24 കൊച്ചി. ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗം തടയാൻ ജാഗ്രതാ സമിതിയുമായി ഫെഫ്ക. സംവിധായകനും പ്രൊഡക്ഷൻ കൺട്രോളറുമടക്കം 7 പേരാണ് ജാഗ്രതാ സമിതിയിൽ ഉണ്ടാവുക. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവർ എക്സൈസിനെയും പോലീസിനെയും വിവരമറിയിക്കും. ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് ചർച്ച ചെയ്തു, ആഴത്തിൽ ചർച്ച ചെയ്തു. അത് ഇന്നലെ കൂടിയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം അത് റാറ്റിഫൈ ചെയ്യുകയും ചെയ്തു. നമ്മളുടെ ഓരോ സെറ്റിലും 7 പേരടങ്ങുന്ന ഒരു സമിതിയായിരിക്കും അത്. അതിൽ നിർബന്ധമായും പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകനും ഉണ്ടാവും. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ചീഫുകളുണ്ടാവും. അത് വിട്ടുവീഴ്ചയില്ലാത്ത സംഘടനാ നടപടിയും അതിനുള്ളിലുണ്ടാവും. ആ തൊഴിലിടം ക്ലീനാക്കുക എന്നുള്ളത് മറ്റാരേക്കാളും ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആശാ വർക്കേഴ്സ് സമരത്തിൽ സർക്കാർ നിലപാടിനെ വിമർശിച്ച് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ. ഇടത് സർക്കാർ ആശമാരെ അവഹേളിക്കരുത് എന്ന് K സച്ചിദാനന്ദൻ പറഞ്ഞു. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ജനസഭ സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം 1.5 മാസവും നിരാഹാര സമരം 7 ദിവസവും പിന്നിടുമ്പോഴാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിൽ ജനസഭ സംഘടിപ്പിച്ചത്. സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ, നടനും സംവിധായകനുമായ ജോയ് മാത്യു, ലത്തീൻ അതിരൂപത തിരുവനന്തപുരം വികാരി ജനറൽ യൂജിൻ പെരേര തുടങ്ങിയ പ്രമുഖർ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. ഇടതുപക്ഷ സർക്കാർ ആശമാരെ അവഹേളിക്കരുതെന്നും ചർച്ചയ്ക്ക് ക്ഷണിക്കണമെന്നും സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു. ഒരു സമരം നടക്കുമ്പോൾ അത് ആർ തന്നെ നടത്തിയാലും അവരുടെ ആവശ്യങ്ങളിൽ അല്പമെങ്കിലും ന്യായമുണ്ടെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളെ ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിക്കുകയും കഴിയുന്ന രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും ആണ്. ദുർവാശിയും പരിഹാസവും സർക്കാരിന്റെ മുഖമുദ്രയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റാലിന് പഠിക്കുകയാണെന്നും ജോയ് മാത്യുവിന്റെ കുറ്റപ്പെടുത്തൽ. അപ്പോൾ സ്റ്റാലിന് പഠിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സ്റ്റാലിന് പഠിക്കുകയാണല്ലോ. അപ്പോൾ സ്റ്റാലിന് പഠിക്കുന്ന മുഖ്യമന്ത്രി ആ സമരത്തെ എന്താ പറയുക, എങ്ങനെ പ്രതികരിക്കും? അവരുടെ CIT ആണ് സമരം നടത്തുന്നത്, 26,000 രൂപയാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈ സമരത്തിന് ഏതെങ്കിലും രീതിയിൽ സമരത്തോട് രഞ്ജിപ്പിലെത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ മാനം പോവും എന്നുള്ള പേടിയാണ്. അതേസമയം സമരം ചെയ്യുന്ന ആശാ അംഗനവാടി പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സമരത്തെ തള്ളിപ്പറഞ്ഞ INTUC നിലപാടിനെ K മുരളീധരൻ പരോക്ഷമായി വിമർശിച്ചു. INTUC സ്വതന്ത്ര സംഘടനയാണ്, അവർക്ക് അവരുടെ നിലപാട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഞങ്ങളുടെ നയം.
നിരാഹാര സമരം തുടരുന്ന ആശാ വർക്കേഴ്സിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ ഇതുവരെ സർക്കാർ ഡോക്ടേഴ്സ് എത്തിയില്ലെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ വിമർശനം. 45 ദിവസം പിന്നിട്ടിട്ടും നിരാഹാര സമരം 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഗവൺമെന്റിന് യാതൊരു തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് സമരം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. സമരം 1.5 മാസം പിന്നിടുമ്പോഴും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സ് സമരത്തെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ INTUC-യിൽ ഭിന്നത ശക്തം. സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് INTUC നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ ആശാ സമരത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആർ ചന്ദ്രശേഖരൻ. സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ INTUC-യെ പിണറായി വിജയന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചെന്നാണ് ദേശീയ സെക്രട്ടറി കെ സുരേഷ് ബാബുവിന്റെ കടുത്ത വിമർശനം. ആർ ചന്ദ്രശേഖരനുള്ള ബന്ധമാണ് പിണറായി വിജയനായിട്ടുള്ള INTUC-യുടെ അവിശുദ്ധ ബന്ധം തൊഴിലാളികളെ, കേരളത്തിലെ തൊഴിലാളികളെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. പിണറായിയുമായി ബന്ധമുള്ള ആർ ചന്ദ്രശേഖരന്റെ ബന്ധത്തെ KC വേണുഗോപാൽ താക്കീത് ചെയ്തെന്നും കെ സുരേഷ് ബാബു പറഞ്ഞു. എന്നാൽ ആശാ സമരത്തെ തള്ളിയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആർ ചന്ദ്രശേഖരൻ. പിണറായിയെ വണങ്ങിയാണ് താൻ INTUC പ്രവർത്തനം നടത്തുന്നതെന്ന് പറയുന്ന കെ സുരേഷ് ബാബുവിന് നന്മ വരട്ടെ എന്നും ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായിയെ പോയി വഴങ്ങിയിട്ടാണ് എല്ലാ ദിവസവും ഞാൻ INTUC പ്രവർത്തനം നടത്തുന്ന അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് നന്മ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതേസമയം ആർ ചന്ദ്രശേഖരനെ വിമർശിച്ച കെ മുരളീധരൻ രംഗത്ത് വന്നു. INTUC സ്വതന്ത്ര സംഘടനയാണ്, അവർക്ക് അവരുടെ നിലപാടെടുക്കും. പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. കെ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ് ഇത്. ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാൻ. എന്നാൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചില്ല. INTUC-യിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം മടിയെടുക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് അറിയേണ്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. വാർത്താമഴയിലേക്ക് തിരികെ. മുണ്ടക്കെ ചുരുൾമല പുനരധിവാസത്തിൽ നാളെ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ. നാളെ വൈകിട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. അതേസമയം പടവെട്ടിക്കുന്ന്, റാട്ടപ്പാടി, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉള്ളവരെയും പുനരധിവാസത്തിനായി പരിഗണിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എൽസ്റ്റൺ എസ്റ്റേറ്റും ഹാരിസൺ മലയാളത്തിന്റെ നെടുമ്പാല എസ്റ്റേറ്റും പുനരധിവാസത്തിനായി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കം, തുടർന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ, പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, ഇതിനെല്ലാം ഒടുവിൽ പ്രധാന കടമ്പയിലേക്ക് നാളെ എത്തുന്നു സംസ്ഥാന സർക്കാർ. കൽപ്പറ്റ നഗരത്തോട് ചേർന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രിയങ്ക ഗാന്ധി MP, മന്ത്രിമാർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പങ്കെടുക്കും. പട്ടികയിൽ ഉൾപ്പെട്ടവർ ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് റാട്ടപ്പാടിയിലെയും പടവെട്ടിക്കുന്നിലെയും അട്ടമലയിലെയും മനുഷ്യർ. ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീടായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയാൽ നമുക്ക് ഉള്ള പെൻഷൻ കൊണ്ട് കഞ്ഞിയും കുടിച്ച് നമുക്ക് സന്തോഷമായിട്ട് ഇനി മരിക്കുന്നവരെ കഴിയാലോ, അത്രയൊക്കെ ഉള്ളൂ നമുക്ക്. ഒരു സാധാരണക്കാരനാണ്, കൂലിപ്പണി തന്നെ ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പിഞ്ചു മക്കൾ ആ പടവെട്ടിക്കുന്ന് ഇറങ്ങി ചുരൽമലയിൽ നിന്ന് മേപ്പാടി പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സന്നദ്ധ സംഘടനകൾ നിർമ്മിക്കുന്ന വീടുകളിലേക്ക് വലിയൊരു ശതമാനം കുടുംബങ്ങളും മാറും എന്നതിനാൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഈ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. സർക്കാരിന് നമ്മുടെ എസ്റ്റേറ്റ് ലൈനിലൊക്കെ താമസിക്കുന്ന അട്ടമലയിലോ റാട്ടപ്പാടിയിലൊക്കെ താമസിക്കുന്ന ആളുകളെ ഒരു പാക്കേജ് കൊടുത്തിട്ട് പാവങ്ങൾ ജീവിതത്തിൽ ഇനി ഒരു കാരണവശാലും അട്ടമലയിലേക്കോ റാട്ടപ്പാടിയിലേക്കോ അല്ലെ മുണ്ടക്കൽ തന്നെ കുറേ പാടികൾ ബാക്കിയായതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് പുനരധിവസിപ്പിക്കാനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്രയും ഭൂമി ബാക്കിയാകുന്നത്. നാളെ വൈകിട്ടാണ് തറക്കല്ലിട ചടങ്ങ്. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. 24 വയനാട്. മുണ്ടക്കെ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ. വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രം ഹൈക്കോടതി അറിയിച്ചു. വായ്പാ തിരിച്ചടവ് പുനഃക്രമീകരിക്കും. അതേസമയം കേന്ദ്ര തീരുമാനത്തിൽ തൃപ്തിയില്ല എന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ചു. മൊറട്ടോറിയം പോരെന്നും വായ്പ എഴുതിത്തള്ളൽ പരിഗണിക്കണമെന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അതേസമയം പുനരധിവാസത്തിന് വിവിധ വകുപ്പുകളുടെ അക്കൗണ്ടുകളിൽ നേരിട്ട് കേന്ദ്ര ഫണ്ട് എത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 24 ഫോളോ അപ്പ്. വയനാട് മാനന്തവാടിയിലെ അനധികൃത മനുഷ്യ പരീക്ഷണ നീക്കത്തിൽ അന്വേഷണവുമായി പട്ടികവർഗ വകുപ്പ്. പരീക്ഷണത്തിനെത്തിയ അമേരിക്കൻ ഏജൻസിയെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി OR കേളു വ്യക്തമാക്കി. അമേരിക്കയിലെ സർവകലാശാലയിൽ നിന്ന് ഒരു പ്രൊഫസർ തലപ്പുഴ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സെമിനാറിനായി എത്തുന്നു. 3 ദിനങ്ങളിലായി നടത്തിയ സെമിനാറിനൊടുവിൽ
ഏതാനും വിദ്യാർത്ഥികൾക്ക് വിരലിൽ അണിയാവുന്ന സ്മാർട്ട് റിംഗ് നൽകുന്നു. മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് എന്ന പേരിലാണ് ഈ ഉപകരണം നൽകിയിട്ടുള്ളത്. ഈ ഉപകരണം പരീക്ഷണമെന്ന് കോളേജ് ജീവനക്കാരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഡീൻ ചുമതല വഹിക്കുന്ന അധ്യാപകനാണ് പോസ്റ്റ് ഇടുന്നത്. ഇതിനുശേഷം എടവകയിലെ അഗ്രഹാരം ഉന്നതിയിൽ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ യോഗം ചേരുന്നു. ഇവിടെ ഉപഹാരമായി നൽകിയത് മൈസൂർ പാക്കിനൊപ്പം സാനിറ്ററി നാപ്കിനുകൾ. ഇതിനെല്ലാം പിന്നിൽ ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ട വിവരശേഖരണമെന്ന് പകൽ പോലെ വ്യക്തം. ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ല, പട്ടികവർഗ വകുപ്പിന്റെയും അനുമതിയില്ല. എന്നിട്ടും ഇത് നടപ്പാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നാണ് ഉയരുന്ന ചോദ്യം. മന്ത്രി OR കേളു അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വകുപ്പ് തലത്തിലൊരു അന്വേഷണം ആദ്യം നമ്മൾ നടത്തും. അവരുടെ അമേരിക്ക ഏജൻസി എന്ന് പറയുന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും കൂടി വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതുകൂടി അന്വേഷിക്കും. അമേരിക്കയിലെ PC റോസി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ പ്രൊഫസർ ധ്രുവ് ശേഷാദ്രിയാണ് ക്ലാസ് എടുക്കാൻ എത്തിയതെന്ന് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കുട്ടികൾക്ക് വിരലിലണിയാവുന്ന ഉപകരണം നൽകിയ കാര്യവും ഈ കുറിപ്പിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഹെൽത്ത് മോണിറ്ററിംഗിന് ഉപയോഗിക്കുന്ന അൾട്രാ ഹ്യൂമൻ റിംഗ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും പറയുന്നു. എന്തു തരത്തിലുള്ള വിവരങ്ങളാണ് ശേഖരിക്കുന്നതെന്ന കാര്യത്തിൽ കോളേജിന് ഉത്തരമില്ല. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിഷയത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം തുടരുകയാണ്. 24 വയനാട്. SSLC പരീക്ഷയ്ക്ക് ശേഷം സ്കൂളിന്റെ പടിയിറങ്ങി വിദ്യാർത്ഥികൾ. അവസാന ദിനം സ്കൂളുകളിൽ അതിരുവിട്ട ആഹ്ലാദ പ്രകടനം പാടില്ലെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം മിക്ക സ്കൂളുകളും കർശനമായി നടപ്പാക്കി. രക്ഷിതാക്കളോടൊപ്പം മാത്രമാണ് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പോകാൻ അനുവദിച്ചത്. SSLC പരീക്ഷയുടെ സമാപന ദിവസം സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു കാഴ്ച. ജാഗ്രതാ നിർദ്ദേശവും കനത്ത നിയന്ത്രണവുമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയത്. മുൻകാലങ്ങളിൽ കെട്ടിപ്പിടിച്ചും കളർവാരി എറിഞ്ഞുമൊക്കെയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ പടിയിറങ്ങാറ്. ആ കാഴ്ച ഇത്തവണയുണ്ടായില്ല. ഷട്ടിൽ പേരെഴുതിയും ചെറുതായി പരസ്പരം കെട്ടിപ്പിടിച്ചും അവർ പിരിഞ്ഞു. ഗ്രൂപ്പിൽ ഇട്ടുണ്ടേനു എന്തായാലും ആരെങ്കിലുമൊക്കെ വരണം കൂട്ടാനേന്ന്. ഇവിടെ നിർബന്ധമാണ് എന്തായാലും, അല്ലാണ്ട് എന്തായാലും വിടൂല. പരീക്ഷ കഴിഞ്ഞതിന്റെ ആശ്വാസം, അതേസമയം കൂട്ടുകാരെ പിരിയേണ്ടി വരുന്നതിന്റെ സങ്കടവും മുഖത്ത് പ്രകടം. സ്കൂളിന് പുറത്ത് പോലീസിന്റെ നിരീക്ഷണവും ഉണ്ടായിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് 2964 കേന്ദ്രങ്ങളിലായി 4,25,861 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. 24 കോഴിക്കോട്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം നേരിട്ട് നടത്താൻ സർക്കാർ തീരുമാനം. യോഗ്യരായവരെ കണ്ടെത്താൻ സംസ്ഥാന തലത്തിൽ സമിതി രൂപീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. യോഗ്യരായവരെ കിട്ടാനില്ല എന്ന് പറഞ്ഞ് മാനേജ്മെന്റുകൾ നിയമനങ്ങൾ നടത്താതിരുന്നതോടെയാണ് സർക്കാർ തന്നെ നേരിട്ടിറങ്ങിയത്. സംസ്ഥാനത്തെ മാനേജ്മെന്റ് സ്കൂളുകളിൽ 3% ഭിന്നശേഷി വിഭാഗക്കാർക്കായി നീക്കിവച്ചിട്ടുള്ളത്. ഇത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കിയാൽ മാത്രമേ മറ്റ് അധ്യാപക നിയമനങ്ങളും അംഗീകരിക്കൂ എന്നായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്നും യോഗ്യരായ ഭിന്നശേഷി വിഭാഗം അധ്യാപകരെ കിട്ടാനില്ലെന്നും പറഞ്ഞ് മാനേജ്മെന്റുകൾ നിയമനം നീട്ടിക്കൊണ്ടുപോയി. പിന്നാലെയാണ് യോഗ്യരായവരെ കണ്ടെത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനതല സമിതി രൂപീകരിച്ചത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും സംസ്ഥാനതല സമിതിയുടെ ചെയർമാൻ. സംസ്ഥാനതല സമിതി നിയമനം സംബന്ധിച്ച് അവലോകനം നടത്തും. യോഗ്യരായവരെ ജില്ലാതല സമിതികൾ പരിശോധനയിലൂടെ കണ്ടെത്തും. ഉദ്യോഗാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി നിയമനത്തിന് ശുപാർശ ചെയ്യും. കമ്മിറ്റി കണ്ടെത്തുന്നവരെ നിയമിക്കാൻ മാനേജർമാർക്ക് ബാധ്യതയുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. നേരത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനത്തിന് മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴികെ മറ്റു ഒഴിവുകളിൽ റെഗുലർ സ്ഥിര നിയമനം നടത്തുവാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. കോടതി വിധിക്ക് പിന്നാലെയായിരുന്നു സർക്കാർ ഉത്തരവ്. ഇതേ മാതൃകയിൽ മറ്റു മാനേജ്മെന്റ് സ്കൂളുകളിലും നിയമന നടപടികൾ ക്രമീകരിക്കുന്നത് പരിശോധിക്കുമെന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചിരുന്നു. 24 തിരുവനന്തപുരം. വിദ്യാർത്ഥികളുടെ പരീക്ഷാ കോപ്പിയടി തടയാൻ ഉത്തരവിറക്കി മലപ്പുറം ജില്ലാ കളക്ടർ. പ്രത്യേകം തയ്യാറാക്കിയ മൈക്രോ കോപ്പികൾ പ്രിന്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കളക്ടറുടെ നടപടി. കോപ്പിയടിക്കാൻ കുട്ടികളെ സഹായിക്കുന്ന സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ സജീവമാണെന്ന വാർത്ത 24 പുറത്തു കൊണ്ടുവന്നിരുന്നു. 24 ഇമ്പാക്ട്. വിദ്യാർത്ഥികൾ മൈക്രോ ലെവൽ പ്രിന്റ് എടുത്തുള്ള കോപ്പിയടിയിൽ ഇടപെട്ട മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് പ്രത്യേക ഉത്തരവിറക്കി. ആസൂത്രിത കോപ്പിയടിയിൽ നടപടി സ്വീകരിക്കണമെന്ന ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നിർദ്ദേശം നൽകി. വിഷയത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്താനും നിർദ്ദേശമുണ്ട്. കുട്ടികളെ കോപ്പിയടിക്കാൻ സഹായിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്ന വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. ഗ്രൂപ്പുകൾ വിതരണം ചെയ്യുന്ന മൈക്രോ കോപ്പികൾ പ്രിന്റ് എടുത്ത് ശരീരത്തിലും വസ്ത്രത്തിലും ഒളിപ്പിച്ച് പരീക്ഷാ ഹാളിൽ എത്തുന്നതാണ് കുട്ടികളുടെ രീതി. പണം കൊടുത്തും സൗജന്യമായും ഗ്രൂപ്പുകൾ കോപ്പികൾ വിതരണം ചെയ്യുന്നുണ്ട്. സമീർ ബിൻ കരീം, 24 തിരൂർ.
തൃശൂർ ചാലക്കുടി നഗരത്തിൽ പുലിയിറങ്ങി. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടുപറമ്പിലാണ് പുലിയെത്തിയത്. മുന്നൊരുക്കം ചർച്ച ചെയ്യാൻ ചാലക്കുടി നഗരസഭ അടിയന്തര യോഗം ചേർന്നു. കൊരട്ടി ചിറങ്ങരയിൽ ദേശീയപാതയോട് ചേർന്ന ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതിന് പിന്നാലെയാണ് ചാലക്കുടി ടൗണിലും പുലി ഇറങ്ങിയത്. ചാലക്കുടി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വീട്ടിലെ CCTVയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. സ്ഥലത്ത് പരിശോധന നടത്തിയ വനംവകുപ്പ് ദൃശ്യത്തിലുള്ളത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി. പിന്നീടൊരു പ്ലാവ് കാണുന്നുണ്ട്, ചക്ക കാഴ്ച പ്ലാവ് ഉണ്ടല്ലോ, അതിൽ കൂടെ മുന്നോട്ട് ഇങ്ങോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. പുലിയെ കണ്ട പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ഒരു 3-4 വീടപ്പുറം നമ്മുടെ കണ്ണമ്പുഴ അമ്പലത്തിലേക്കുള്ള റോഡിൽ അയനിക്കാട്ട് മഠം രാമനാഥൻ ചേട്ടൻ്റെ വീട്ടിലാണ് 24-ാം തീയതി പുലർച്ചെ അവരെ ക്യാമറയിൽ പുലിയെന്ന് തോന്നാവുന്ന ആ രൂപത്തിലും ഭാവത്തിലൊക്കെ പുലിയെന്ന് തോന്നാവുന്ന ഒരു മൃഗത്തെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ടൗണിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തൃശൂർ. കാസർഗോഡ് കൊളത്തൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കൊളത്തൂരിലെ മധുസൂദനന്റെ പറമ്പിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചെയോടെ പുലി കുടുങ്ങിയത്. അക്രമ സ്വഭാവം കാണിച്ച പുലിയെ പള്ളത്തിങ്കാലിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റി. കോഴിക്കോട് നിന്ന് വെറ്റിനറി ഡോക്ടർ എത്തിയ ശേഷം വിദഗ്ധ പരിശോധന നടത്തും. പുലി ആരോഗ്യവാനെങ്കിൽ രാത്രിയോടെ ഉൾവനത്തിൽ തുറന്നുവിടുമെന്ന് DFO K അഷറഫ് അറിയിച്ചു. NTCയുടെ ഗൈഡ്ലൈൻസ് പ്രകാരം അതിൻ്റെ ആരോഗ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. വെറ്റിനറി ഡോക്ടർ വരുന്നുണ്ട്. അതിന് NTCയുടെ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ കമ്മിറ്റി അതിൻ്റെ തുടർ നടപടി അതിൻ്റെ ആരോഗ്യം പരിശോധിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. അപ്പോൾ പരിക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്നത്. ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിനെ മറ്റൊരു സ്ഥലത്ത് തുറന്നു വിടുക. അതല്ലെങ്കിൽ തീരെ പറ്റാത്തതാണെങ്കിൽ സൂവിലോട്ടോ അങ്ങ് മാറ്റണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ നടപടികൾ നമ്മൾ ഡോക്ടർ വന്നതിന് ശേഷം സ്വീകരിക്കുന്നതാണ്. ആൺപുലിയാണ്. 5 വയസ്സ് പ്രായമുണ്ടാവും. BJP തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് VV രാജേഷിനെതിരെ പാർട്ടി ഓഫീസുകൾക്ക് മുന്നിൽ പോസ്റ്ററുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ തോൽവിക്ക് ഉത്തരവാദി VV രാജേഷ് എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. വിവാദത്തിൽ ജില്ലാ കമ്മിറ്റിയെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതൃപ്തി അറിയിച്ചു. BJP പ്രതികരണ വേദിയുടെ പേരിലാണ് സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായാണ് പോസ്റ്ററുകൾ. ED റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ രാജേഷിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് പണം വാങ്ങി രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ചത് രാജേഷാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ VV രാജേഷിന്റെ സ്വത്ത് സമ്പാദനം പാർട്ടി അന്വേഷിക്കണം. തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റായിരിക്കെ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. സംഭവം വിവാദമായതിന് പിന്നാലെ ജില്ലാ കമ്മിറ്റി ഇടപെട്ട് പോസ്റ്ററുകൾ നീക്കി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതൃപ്തി രേഖപ്പെടുത്തി. പോസ്റ്ററുകൾ പതിപ്പിച്ചത് ആരെന്ന് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ സെൻട്രൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. പാർട്ടിയുടെ പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയാണ് രാജേഷിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കുമ്മനം രാജശേഖരൻ BJP അധ്യക്ഷനായിരുന്ന സമയത്ത് മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ രാജേഷിനെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു. 24 തിരുവനന്തപുരം. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി പോലീസിന് വീഴ്ചയുണ്ടായെന്ന് ആഭ്യന്തര അന്വേഷണ സമിതിയുടെ വിലയിരുത്തൽ. സംഭവത്തിൽ സീൻ മഹസർ തയ്യാറാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പോലീസിനോട് സമിതി ചോദിച്ചു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷന്റെ പ്രതിഷേധം തുടരുകയാണ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാനാണ് സുപ്രീംകോടതി നിയോഗിച്ച 3-അംഗ സമിതിയുടെ തീരുമാനം. സമിതി 3 ദിവസം ഡൽഹിയിൽ തങ്ങി അന്വേഷണവും മൊഴിയെടുപ്പും നടത്തും. പോലീസിന് വീഴ്ച പറ്റിയതായാണ് സമിതിയുടെ പ്രാഥമിക വിലയിരുത്തൽ. സീൻ മഹസർ ഇല്ലാത്തതിൽ പോലീസിനോട് വിശദീകരണം തേടി. രാത്രി 11:30 നടന്ന സംഭവം പോലീസ് ആസ്ഥാനത്ത് അറിഞ്ഞത് 8 മണിക്കൂറുകൾക്ക് ശേഷം. രാവിലെ 8 മണിക്ക് മോർണിംഗ് ഡയറി സമർപ്പിച്ചപ്പോഴാണ് സംഭവത്തെക്കുറിച്ച് അറിയുന്നതെന്ന് പോലീസ് സമിതിയെ അറിയിച്ചു. തീയണച്ച ഉടൻ യശ്വന്ത് വർമ്മയുടെ PA എല്ലാവരോടും പോകാൻ ആവശ്യപ്പെട്ടെന്നും രാവിലെ വീണ്ടും എത്തിയപ്പോഴും മടക്കി അയച്ചതായും തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷൻ SHO അന്വേഷണ സംഘത്തെ അറിയിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം ജഡ്ജിയുടെ ജീവനക്കാരിൽ നിന്നും മൊഴിയെടുക്കും. പണം കണ്ടെത്തിയ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ ഡൽഹി പോലീസിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തര വാദം കേൾക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. യശ്വന്ത് വർമ്മയുടെ സ്ഥലം മാറ്റത്തിനെതിരെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷന്റെ പ്രതിഷേധം തുടരുകയാണ്. 24 ഡൽഹി.
മഹാദേവ് ഓൺലൈൻ വാതുവെപ്പ് കേസിൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ്. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെയും ബിലായ് നഗർ MLA ദേവേന്ദ്ര യാദവിന്റെയും വീടുകളിലാണ് റെയ്ഡ്. മഹാദേവ് ഓൺലൈൻ വാതുവെപ്പ് തട്ടിപ്പ് കേസിലാണ് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ഭൂപേഷ് ബാഗേലിന്റെ വസതികളിൽ CBI റെയ്ഡ് നടത്തിയത്. റായ്പൂരിലെയും ബിലായിലെയും വസതികളിൽ രാവിലെയാണ് പരിശോധന ആരംഭിച്ചത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു CBIയുടെ റെയ്ഡ്. ഏപ്രിൽ 8, 9 തീയതികളിലായി അഹമ്മദാബാദിൽ നടക്കുന്ന AICC സമ്മേളനത്തിന് മുൻപായി ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു CBI സംഘം വീട്ടിലെത്തിയതെന്ന് ഭൂപേഷ് ബാഗേൽ പ്രതികരിച്ചു. മാർച്ച് 10 ഭൂപേഷ് ബാഗേലിന്റെ മകന്റെ വീട്ടിലും ഓഫീസിലും ED റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CBIയുടെയും നടപടി. മഹാദേവ് ഓൺലൈൻ വാതുവെപ്പ് തട്ടിപ്പ് കേസിൽ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2295 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ബിലായ് നഗർ MLA ദേവേന്ദ്ര യാദവിന്റെ വസതിയിലും CBI റെയ്ഡ് നടത്തി. മേയർ നീരജ് പാൽ ഉൾപ്പെടെയുള്ളവർ പരിശോധനയ്ക്കായി ദേവേന്ദ്ര യാദവിന്റെ വസതിയിലെത്തിയ ഉദ്യോഗസ്ഥരെ തടയാൻ ശ്രമിച്ചു. 24 ഡൽഹി. കർമ്മശേഷിയും വേദശാസ്ത്രത്തിലെ വൈഭവവും കൊണ്ട് ശ്രദ്ധേയനാണ് യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ. സമചിത്തതയോടെയും സംയമനത്തോടെയും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കാതോലിക്ക ബാവയുടെ ശൈലി സഭയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. അരനൂറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായാണ് ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ യാക്കോബായ സഭയുടെ അമരത്തേക്കെത്തുന്നത്. പ്രതിസന്ധി ഘട്ടത്തിലും കാലം ചെയ്ത ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ നിഴലായിരുന്നു ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. തോമസ് പ്രഥമൻ ബാവ വിട ചൊല്ലിയപ്പോൾ അന്തോക്യ സിംഹാസനം കാതോലിക്കയ്ക്ക് അടുത്ത സ്ഥാനം നൽകിയത് മാർ ഗ്രിഗോറിയോസിലുള്ള അതിരറ്റ വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു. 2018 പ്രളയകാലം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നു ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ്. 2018 പ്രളയബാധിതർക്കായി സഭയിലെ യുവജന സംഘടനകളെ അണിനിരത്തി ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. കോവിഡ് കാലത്തും 100 കണക്കിന് കുടുംബങ്ങൾക്ക് സഹായങ്ങൾ എത്തിച്ചു. ആഗമാന സുറിയാനി സഭയിലെ ഭരണശ്രേണിയിൽ പാത്രിയർക്കീസ് ബാവയ്ക്ക് ശേഷം സഭയിൽ 2ാം സ്ഥാനിയാണ് ശ്രേഷ്ഠ കാതോലിക്ക. സഭാശുശ്രൂഷയിലും അന്തോക്യ മലങ്കര ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിലും അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനലബ്ധി സഭയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ കരുത്തേകുമെന്ന വിശ്വാസത്തിലാണ് നേതൃത്വവും വിശ്വാസികളും. ഈ പരിശുദ്ധ സഭയെ ഏറ്റവും ശ്രേഷ്ഠതയോടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തിരുമേനിക്ക് എല്ലാവിധ നന്മകളും നൽകട്ടെ എന്ന് ഈ ഭദ്രാസനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും സഭയ്ക്ക് ഏറെ സന്തോഷവും ആശ്വാസകരവുമാണ് പുതിയ സ്ഥാനാഭിഷേകം. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ മലങ്കരയിലും സഭയിലും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനരാത്രങ്ങൾ എത്തിച്ചേരട്ടെ എന്ന ആശംസകളോടെ ബെയ്റൂത്തിൽ നിന്നും ഗീസ് പീറ്റർ, 24. വാർത്താമഴയിലേക്ക് തിരികെ. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിലായി. ചെമ്പ്രശ്ശേരി സ്വദേശി ബഷീർ, കുടശ്ശേരി സ്വദേശികളായ സെയ്തലവി, ഉമ്മർ കൈഫ് എന്നിവരാണ് അറസ്റ്റിലായത്. താലപ്പൊലിക്കിടെ ചേരിതിരിഞ്ഞ് വലിയ സംഘർഷമാണ് ഉണ്ടായത്. സംഘർഷത്തിലും എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിലും 3 പേർ കൂടി അറസ്റ്റിലായതോടെ ചെമ്പ്രശ്ശേരി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സംഘർഷത്തിൽ പിടിയിലായവരുടെ എണ്ണം 10ആയി. വെടിവെപ്പ് കേസിലെ പ്രധാന പ്രതി റഫീഖ് ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം പാണ്ടിക്കാട് പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വെടിയേറ്റ ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്കുമാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ. കഴുത്തിനാണ് വെടിയേറ്റത്. ചീട്ടുകളിയെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം പിന്നീട് 2 പ്രദേശങ്ങളായി ചേരിതിരിഞ്ഞ് കൂട്ടത്തല്ലിലാണ് കലാശിച്ചത്. പെപ്പർ സ്പ്രേ, ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ചെല്ലാം ഏറെ നേരം അടി നടന്നു. ഇതിനിടയിലാണ് എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പും. കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകാൻ ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു. 24 മലപ്പുറം.
സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ പുതിയ കേസെടുത്ത് എറണാകുളം സൗത്ത് പോലീസ്. നിരോധിത മേഖലയിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയതിനാണ് നടപടി. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ച ഷാൻ റഹ്മാനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഹാജരായിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. 38 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. പ്രൊഡക്ഷൻ മാനേജറായിരുന്ന നിജുരാജാണ് പരാതി നൽകിയത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഷാൻ റഹ്മാൻ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഇതിന് പിന്നാലെ നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയതിന് ഷാൻ റഹ്മാനെതിരെ പോലീസ് പുതിയ കേസെടുത്തു. കോടതി നിർദ്ദേശമുണ്ടായിട്ടും ഷാൻ റഹ്മാൻ ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെന്നും പോലീസ് വ്യക്തമാക്കി. സംഗീത നിശ സംഘടിപ്പിച്ചതിലൂടെ തനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഷാൻ റഹ്മാനും ഭാര്യയും ചേർന്ന് വരുത്തിയതെന്ന് തെളിവുകൾ സഹിതമാണ് പരാതിയുമായി മുന്നോട്ടു പോകുന്നതെന്നും പരാതിക്കാരനും പറയുന്നു. 24 കൊച്ചി. എറണാകുളം കുറുപ്പംപടിയിൽ പീഡനത്തിന് ഇരയായ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരുടെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തും. കുട്ടികളുടെ അമ്മ കൂടി കേസിൽ പ്രതിയായ സാഹചര്യത്തിലാണ് വീണ്ടും മൊഴിയെടുക്കുന്നത്. കേസിൽ കുട്ടികളുടെ അമ്മയുടെ പങ്ക് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളും ഉണ്ടാകും. പെൺകുട്ടികൾ സുഹൃത്തിനെഴുതിയ കത്തിലെ കൈയക്ഷരം സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധന അതിൽ പ്രധാനമാണ്. കുട്ടികളുടെ മാതാവിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. സ്വകാര്യ സർവകലാശാല ബില്ലിൽ CPIM-ന് കടുത്ത പരിഹാസവുമായി ഡോക്ടർ ശശി തരൂർ MP. 19ാം നൂറ്റാണ്ടിന്റെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിൽ ഇത് സാധാരണ സംഭവിക്കാറുള്ളതാണെന്ന് ശശി തരൂർ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ ഒരു ദിവസം 21ാം നൂറ്റാണ്ടിലേക്ക് കടക്കുമെന്നും പക്ഷേ 22ാം നൂറ്റാണ്ടിൽ മാത്രമായിരിക്കും എന്നുമാണ് ശശി തരൂർ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ പരിഹസിച്ചത്. IPL-ൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഇന്നിറങ്ങും. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. തോൽവിയോടെ സീസൺ തുടങ്ങിയ രണ്ട് സംഘങ്ങൾ. ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് 7 വിക്കറ്റും തോറ്റപ്പോൾ റൺമഴ കണ്ട കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് രാജസ്ഥാൻ റോയൽസ് പൊരുതി വീണത് 44 റൺസിന്. രണ്ടാം തോൽവി ആത്മവിശ്വാസത്തെ കാര്യമായി ബാധിക്കുമെന്നതിനാൽ രണ്ടും കൽപ്പിച്ചാണ് RRും KKRും ഇന്ന് കളത്തിലെത്തുക. ഹൈദരാബാദിന്റെ തീക്കളിക്ക് മുന്നിൽ പതറിയ രാജസ്ഥാൻ വഴങ്ങിയത് IPL ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന സ്കോറായ 286 റൺസ്. സ്ട്രൈക്ക് ബൗളർ ജോഫ്ര ആർച്ചർ നനഞ്ഞ പടക്കമായതിലാണ് രാജസ്ഥാന് കൂടുതൽ ആശങ്ക. ട്രെന്റ് ബോൾട്ടിനെ വിട്ടുകളഞ്ഞതിൽ ആരാധകർ RR മാനേജ്മെന്റിനെ പഴിപറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സഞ്ജുവിന് പകരം ടീമിനെ നയിച്ച റിയാൻ പരാഗിന്റെ പക്വതയില്ലായ്മയ്ക്കെതിരെയും വിമർശനങ്ങൾ രൂക്ഷം. യശസ്വി ജയ്സ്വാളും റിയാൻ പരാഗുമെല്ലാം ബാറ്റ് കൊണ്ട് സംഭാവന നൽകേണ്ടത് ഇന്ന് അനിവാര്യമാണ്. പവർ ഹിറ്റർമാർ പതറിയതാണ് കൊൽക്കത്തയ്ക്ക് RCBക്കെതിരെ തിരിച്ചടിയായത്. ആദ്യ 10 ഓവറിൽ 107 റൺസ് അടിച്ച KKRന് അവസാന 10 ഓവറിൽ നേടാനായത് വെറും 67 റൺസ്. ആന്ധ്രേ റസലും വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗുമെല്ലാം തിളങ്ങിയില്ലെങ്കിൽ കിരീടം നിലനിർത്താൻ KKR പാടുപെടും. ഒപ്പം ബൗളിംഗ് നിരക്ക് മൂർച്ചയില്ലാത്തതും രഹാനയുടെ ടീമിനെ പ്രതിരോധത്തിലാക്കുന്നു. നേർക്കുനേർക്കണക്കുകളിൽ ഒപ്പത്തിനൊപ്പമാണ് കൊൽക്കത്തയും രാജസ്ഥാനും. 30 മത്സരങ്ങളിൽ 14 എണ്ണത്തിൽ വീതം ജയം. കഴിഞ്ഞ സീസണിൽ അവസാന പന്തിലാണ് 224 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് രാജസ്ഥാൻ ജയിച്ചത്. അതുപോലൊരു ക്ലോസ് എൻകൗണ്ടർ പോരാട്ടമാണ് ആരാധകരുടെ ആഗ്രഹം. സ്പോർട്സ് ഡെസ്ക് 24. 500 കോടി രൂപയുടെ ഇറിഡിയം തട്ടിപ്പ് കേസിൽ വീണ്ടും പരാതി. 10 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഹരിദാസിന്റെ മുൻ ഡ്രൈവർ അനീഷ് കുമാർ ഇരിങ്ങാലക്കുട DYSPക്ക് പരാതി നൽകി. 1 ലക്ഷം നൽകിയാൽ 1 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പെന്ന് അനീഷ് കുമാറിന്റെ പരാതിയിൽ പറയുന്നു. ഇരിങ്ങാലക്കുട DYSPക്ക് മുൻ ഡ്രൈവർ അനീഷ് കുമാർ നൽകിയ പരാതിയിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഹരിദാസിന്റെ നേതൃത്വത്തിൽ പലരിൽ നിന്നായി പണം സ്വീകരിച്ചു. 1 ലക്ഷം നൽകിയാൽ 1 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പെന്ന് പരാതിയിൽ പറയുന്നു. ഇത് വിശ്വസിച്ച 10 ലക്ഷം രൂപ 4 ഗഡുക്കളായി അനീഷും നൽകി. എന്നാൽ ഇതുവരെ 1 രൂപ പോലും തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് പരാതിയിൽ അനീഷ് പറയുന്നു.
തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച 500 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നേരത്തെ മാപ്രാണം സ്വദേശിയുടെ പരാതിയിൽ ഹരിദാസ് അടക്കം 3 പേരെ പ്രതിയാക്കി കേസെടുത്തിരുന്നു. 24 തൃശൂർ. ബീഹാറിലെ ആരയിൽ റെയിൽവേ സ്റ്റേഷനിൽ അക്രമിയുടെ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2 പേരെ കൊലപ്പെടുത്തിയ ശേഷം അക്രമി സ്വയം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പ്ലാറ്റ്ഫോം 1-നെയും 2-നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിന് മുകളിലാണ് വെടിവെപ്പ്. ആൾക്കൂട്ടത്തിനിടെ വെച്ചാണ് വെടിവെപ്പുണ്ടായത്. വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. അമൻകുമാർ, ജിയാകുമാരി, പിതാവ് അനിൽ സിൻഹ എന്നിവരാണ് മരിച്ചത്. ജിയാകുമാരിയുമായുള്ള വാക്കുതർക്കത്തിനിടെ അമൻകുമാർ തോക്കെടുത്ത് വെടിവെക്കുകയായിരുന്നുവെന്നും തടയാൻ ശ്രമിച്ച പിതാവ് അനിൽ സിൻഹയ്ക്ക് നേരെയും നിറയൊഴിച്ച ശേഷം സ്വയം വെടിവെക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിച്ചു. एक युवक जिसकी उम्र करीब 23-24 साल है, उसने आकर एक लड़की जिसकी उम्र करीब 16-17 साल की होगी और उसके पिता पहले उसने इन दोनों को गोली मारा, फिर इसने अपने आप को भी गोली मारा. മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്റ്റേഷനിലുള്ള 40 CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. 24 ഡൽഹി. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.